ഇന്നലെ അയ്യപ്പൻ്റെ ജന്മനാളാണ്, ഉത്രം. മകര വിളക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അയ്യപ്പൻ കൈവിട്ടോ തന്ത്രിയെ? അയ്യപ്പൻ ഈ പണി ചെയ്യിക്കുമോ? ക്ഷേത്രത്തിനകത്തുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അവിടെ തന്ത്രിയുടെ ശക്തമായ പിന്തുണയും അറിവും ഉണ്ടായിരിക്കണം. ഇതേക്കുള്ള എനിക്ക് ഉദാഹരണം പറയാകൂല. പരികർമ്മയാ നിന്ന് തെമ്മാടിത്തരം കാണിച്ച് പുറത്താക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും തന്ത്രിയുടെയും തമ്മിലുള്ള ഫോൺ കോളുകൾ SIT പരിശോധിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു നൂല് ചരട് കെട്ടിക്കെട്ടണമെങ്കിൽ ആ നൂല് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായി കൊണ്ടുപോയതാകാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇപ്പോൾ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ വന്നിടന്ന് വേണ്ട ബഹളം കാണിക്കുന്നൊരു ചാനലുകളിലല്ല, ഒരു കാര്യമില്ല. ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ ഇപ്പം രാത്രിയാണെന്ന് പറയേണ്ടി വരും. വേറൊന്നും പറയാം. കടകംപള്ളി മന്ത്രിയായത് മാപ്പെന്ന് പറയണം കേരളത്തിനോട്. തെറ്റായിപ്പോയി ഞാൻ മന്ത്രിയായത്. കാരണം എന്താണ്? ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് തന്ത്രിയെ SIT അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇനി ആരൊക്കെയാണ് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാൻ പോകുന്നത്? കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ED ചോദ്യം ചെയ്യുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സ്പിരിച്വൽ സയൻറ്റിസ്റ്റും സാമൂഹിക നിരീക്ഷകനും ശബരിമലയെക്കുറിച്ച് ദീർഘനാളായി ഗവേഷണം നടത്തുന്ന ശ്രീ ഡോക്ടർ V സുഭാഷ് ചന്ദ്രബോസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒടുവിൽ തന്ത്രിയും അറസ്റ്റിലായിരിക്കുന്നു. നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു, ഈ ദൈവതുല്യൻ തന്ത്രിയോ മന്ത്രിയോ എന്ന്. ഈ ഒരു തന്ത്രി കുടുങ്ങിയ സാഹചര്യത്തിൽ എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം? ഈ കേസിൽ വളരെ കൃത്യമായ കുറേ പ്ലാനിങ് നടന്നിട്ടുണ്ട്. എന്തെന്നാൽ ക്ഷേത്രത്തിനകത്തുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അവിടെ തന്ത്രിയുടെ ശക്തമായ പിന്തുണയും അറിവും ഉണ്ടായിരിക്കണം. ഇപ്പോൾ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ വന്നിടന്ന് വേണ്ട ബഹളം കാണിക്കുന്നൊരു ചാനലുകളിലല്ല, ഒരു കാര്യമില്ല. കാരണം ക്ഷേത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണം, ഒരു വസ്തു എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉടമ ആര് തന്നെയാണ്? സ്ഥാവരജംഗ വസ്തുക്കളുടെ എല്ലാം ഉടമ ആര് തന്നെയാണ്? തന്ത്രിയല്ല, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിലല്ലേ പറ്റുള്ളൂ, അല്ല ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഗവൺമെൻറ് അമ്പലം, ദേവസ്വം ബോർഡ് അമ്പലത്തിൻ്റെ സ്ഥാവരജംഗ വസ്തുക്കൾ തന്ത്രിക്കുള്ളതെന്ന് എഴുതി വയ്ക്കാൻ പറ്റില്ല. പക്ഷേ തന്ത്രിക്ക് ചില പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതവിടെ ആചാരം സംരക്ഷിക്കുക, പിന്നെ പൂജ കഴിയുക, പൂജ എന്ത് വേണം തീരുമാനിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് അവിടുത്തെ വിഗ്രഹങ്ങൾക്കും മറ്റ് സംവിധാനങ്ങൾക്കും കേടുപാടുകൾ വന്നാൽ അത് ആരെങ്കിലും മറ്റുള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ. കാരണം അകത്തി ഇരിക്കുന്ന വിഗ്രഹത്തിനും പാളിക്കും അതിനൊക്കെ കുഴപ്പം വന്നെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് കയറി നോക്കാവില്ല. അവർക്ക് അങ്ങ് അകത്ത് കയറാക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അകത്തുള്ള സ്ഥലങ്ങളിൽ വിഗ്രഹവും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ കേടുപാടുകളോ അല്ലെങ്കിൽ മങ്ങലോ അങ്ങനെ, അല്ലെങ്കിൽ ഈ വേറൊരു സാധനം പറയാറുണ്ട്, അതായത് പിന്നെ അന്തർമുഖനാകുക എന്ന് പറയും. അങ്ങനെയുണ്ട്, വിഗ്രഹം അന്തർമുഖനായി എന്ന് പറഞ്ഞാൽ ചൈതന്യം കുറഞ്ഞു എന്ന് ആർക്ക് തോന്നി? പോറ്റിക്ക് തോന്നുകയാണ്. കാരണം ഈ പോറ്റി എന്ന് പറയുന്ന ആൾ, ഏത് പോറ്റി? ഈ പൂജ ചെയ്യുന്ന പോറ്റിയും ദൈവവും തമ്മിൽ എങ്ങനെയാണ്? ഒറ്റ ഇക്വേഷൻ, ഒരു കെമിസ്ട്രിയാണ്. അപ്പോൾ ദൈവത്തിനുള്ള ഓരോ അപ്രീതി ആർക്കറിയാവുന്നതാണ്? പോറ്റിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ പൂജാതി കർമ്മങ്ങൾ മാറി മാറിയൊക്കെ വരുന്നത്. അതുകൊണ്ടല്ലേ അതാണ് ഹിന്ദു വിശ്വാസം. അല്ലെ പിന്നെ അമ്പലങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ മാറത്തില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമൊക്കെ വെച്ച് മാറിയല്ലേ. അപ്പോൾ ഒരു എന്തെല്ലാം ചെയ്തിട്ടും അവിടെ വരണവർക്ക് ഗുണമുണ്ടാവുന്നില്ല, നാട്ടുകാരെ എത്ര വന്ന് പ്രാർത്ഥിച്ചിട്ടും ഗുണമുണ്ടാവുന്നില്ല, ക്ഷേത്രത്തിന് ഐശ്വര്യം ഉണ്ടാവുന്നില്ല, വരുമാനം കിട്ടുന്നില്ല. അപ്പോൾ ഇനി ദേവി അന്തർമുഖനാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കാനാണ് ഈ ദേവപ്രശ്നമൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്നൊരു സാധനം എടുത്ത് മാറ്റണമെങ്കിൽ ഒന്നുകിൽ ദേവപ്രശ്നം വയ്ക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ദേവപ്രശ്നം വച്ചില്ല എങ്കിൽ അനുജ്ഞ വാങ്ങണം, എന്ന് പറഞ്ഞാൽ അനുവാദം വാങ്ങണം. ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അനുവാദം എപ്പോഴാണ് വാങ്ങേണ്ടത്? ക്ഷേത്രം തുറന്നിരിക്കുമ്പോൾ. ഇവിടെ ഇപ്പം നടന്നിരിക്കുന്ന മെയ് മാസത്തിലാണ് 2019. അത് കറക്റ്റ് ആത്മീയത ലൈനിൽ പറഞ്ഞാൽ തെറ്റാണെന്നാണ് അവർ പറയുന്നത്, എൻ്റെ വാദമല്ല, അതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അപ്പോൾ തുറന്നിരിക്കുന്ന സമയത്ത് വേണം എന്ത് ചെയ്യേണ്ടത്? കൃത്രിമ കട്ടളപ്പാളി കൊണ്ട് വച്ചിട്ട് ഒറിജിനൽ എടുത്തുകൊണ്ട് പോയി നന്നാക്കിയിട്ട് പിന്നെ അത് കൊണ്ടുവച്ച് കൃത്രിമം എടുത്ത് മാറ്റേണ്ടത്. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ കട്ടളപ്പാളി എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ പകരം കട്ടളപ്പാളി വേണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇത് ഇരിക്കില്ലല്ലോ. വീട് അല്ലേ, ക്ഷേത്രമല്ലേ, അതേ വീടായാലും. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇതിന് പകരമുള്ള ബലമുള്ളത് ഇവിടെ കൊണ്ട് വയ്ക്കണം, ഇത് കൊണ്ടുപോയി ശുദ്ധീകരിക്കണം,
മിനുക്കി പുതുക്കണം, കൊണ്ടുവയ്ക്കാം, പഴയത് മറ്റേതെടുത്ത് പകരം വെച്ചതെടുത്ത് ഇതാണല്ലോ പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അനുവാദം വാങ്ങണം. ആര്? പോറ്റി, തന്ത്രി ഭഗവാനോട് അനുവാദം ചോദിക്കണം. അത് ധ്യാനത്തിലിരുന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മുറുമുറുപ്പ് തോന്നി മനസ്സിന്, ഇപ്പം കൊണ്ടുപോകണ്ട എന്ന് തോന്നിയാൽ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ദേവസ്വം ബോർഡ് വിചാരിച്ചാലും എടുക്കാൻ ഒക്കില്ല. ഇത് രാഹുൽ ഈശ്വരൊക്കെ പഠിക്കണം. അനുജ്ഞ കിട്ടിയില്ലെന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുക, എടുക്കാൻ പറ്റുമോ ഉടൻ സ്വത്ത്? പറ്റില്ല. അപ്പോൾ അനുജ്ഞ കിട്ടി. അനുജ്ഞ കിട്ടിയാൽ എന്ത് വേണം? അത് ലെറ്റർ ഹെഡിൽ എഴുതി ആർക്ക് കൊടുക്കണം? ഫയലിലോട്ട് അങ്ങോട്ട് കൊടുക്കണം. അതും കൂടി ഇടും. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്. അതായത് ഈ രാഹുൽ ഈശ്വറൊന്നും ഗവൺമെൻറ്റിൽ ജോലി ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഈ പറയുന്നത്. ഞാൻ രാഹുൽ ഈശ്വർ കോട്ടയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോ ചാനലിൽ വന്ന് ബഹളം ഉണ്ടാക്കൊണ്ടാണ് ഞാൻ കോട്ട് ചെയ്തത്. ഗവൺമെൻറ്റിൽ ഒരു ഫയൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് വേണം. ഒന്നുകിൽ ഒരു നിർദ്ദേശം വരണം, അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുകിൽ മോളിയും തീരുമാനിക്കണം, അല്ലെങ്കിൽ താഴെയും തീരുമാനിക്കണം, അല്ലെങ്കിൽ നിവേദനം കിട്ടണം. എന്തെങ്കിലും ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിലേ ഒരു അസിസ്റ്റൻറ്റിന് അവിടെ ഇരുന്നിട്ട് എന്തെഴുതാൻ പറ്റുള്ളൂ? ഒരു ഫയൽ അല്ലെ അസിസ്റ്റൻ്റ് നാളെ രാവിലെ നോക്കുകയാണ്, കുറച്ച് ശമ്പളം ഒരാളിന് കൂട്ടി കൊടുക്കണം. അതാ ശമ്പളം ഇങ്ങനെ കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ് എഴുതാക്കൂല. എന്തിനെഴുതി അസിസ്റ്റൻറ്റ്? എവിടെ നിന്ന്? വേർ ഇസ് ദ ഡിമാൻഡ്? ഇപ്പോൾ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യേണ്ടത് ആരാണ്? തന്ത്രിയാണ്. തന്ത്രിയോട് ചോദിക്കാം ദേവസ്വംകാർക്ക്, അവിടെ കുഴപ്പമുണ്ടോ, അകത്ത് വിഗ്രഹമൊക്കെ കറക്റ്റ് തന്നെയാണോ, അല്ല പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണോ, കളർ പോയോ, ഡിമ്മായോ, അന്തർമുഖനാണോ ദേവൻ, എല്ലാം ചോദിക്കാം. ചോദിക്കുമ്പോൾ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുന്ന ആരാണ്? തന്ത്രിയാണ്. അപ്പോൾ ഇവിടെ ഡിമാൻഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ഡിമാൻഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രോസസ്സുണ്ട്. എന്താ പ്രോസസ്സ്? അനുജ്ഞ ചൊല്ലണം, ചൊന്ന് അനുവാദം വാങ്ങണം, ആ അനുവാദം രേഖപ്പെടുത്തി അങ്ങോട്ട് കൊടുക്കണം. സമ്മതിച്ചു. ഇതിനെ കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് വന്നു. തിരിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഒറിജിനൽ ആണോ എന്നും കൂടി പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം രണ്ട് കൂട്ടർക്കും ഉണ്ട്. ആർക്കുണ്ട്? ദേവസ്വം ബോർഡിനാണ് ഫസ്റ്റ്. അവരെ സ്ഥാപന ജംഗ വസ്തുക്കളെന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ദേവസ്വം ബോർഡാണ്, ജുഡീഷ്യലി ദേവസ്വം ബോർഡ് തന്നെയാണ് നോക്കേണ്ടത്, ലീഗലി ആര് തന്നെയാണ് നോക്കേണ്ടത്? ദേവസ്വം ബോർഡ് തന്നെയാണ് നോക്കേണ്ടത്. പക്ഷേ ധാർമ്മികമായി തന്ത്രിക്ക് കൂടി നോക്കാം, കൊണ്ടുപോയ ആ ക്വാളിറ്റി അല്ലല്ലോ തിരിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് വയ്ക്കാമ്പോൾ പറയാം. ഇനി അടുത്തൊരു പ്രോസസ്സുണ്ട്. അനുജ്ഞ എന്ത് ചെയ്യണം? നിവർത്തിക്കണം. ആ ഒരു പ്രോസസ്സുണ്ട്. നമ്മൾ അനുജ്ഞ ചോദിച്ചു, അനുവാദം. അടുത്ത പ്രോസസ്സാണ് ഇത് വച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ വയ്ക്കാൻ പോവുകയാണെങ്കിൽ അനുജ്ഞ നിവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ചോദിച്ച അനുവാദം വാങ്ങിച്ചതിനെ തിരിച്ച് പറയണം. ഇങ്ങനെ അനുവാദം വാങ്ങി കൊണ്ടുപോയി ഇതാ തിരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണെന്ന്. ആ അനുജ്ഞ കിട്ടിയ അനുജ്ഞ എന്ത് ചെയ്യണം? നിവർത്തിക്കുക എന്ന് പറയുന്നത് ആ ഒരു പാടാണ് പറയുന്നത്, നിവർത്തിക്കണം. എന്നിട്ട് 2 തരം പൂജയുണ്ട്. ഈ 2 തരം പൂജ നടക്കണം. ഇത്രയും നടന്നാലേ അവിടെ എന്താവുള്ളൂ? ഇത് താന്ത്രികമായും ആചാരപരമായും ആത്മീയമായും കറക്റ്റാവുള്ളൂ. ഇതൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് ആരുടെ പേരിലുള്ള ഒരു ഓപ്ഷൻ? തന്ത്രിയുടെ പേരിലുള്ള ഒരു പരാതി. രണ്ടാമത്തെ പരാതി 2018 നവംബർ 25 മറ്റുമാണ്. ആ ഡേറ്റ് ഞാൻ കറക്റ്റാണ്. 25 ഈ മകസ്സർ തയ്യാറാക്കി കൊണ്ടുപോകാനായിട്ട് അതിലും ആരും ഒപ്പിട്ടിട്ടുണ്ട്? തന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. മൂന്നാമത്തെ തന്ത്രിക്കെതിരെ വരുന്നൊരു ആരോപണം, ക്ഷേത്രത്തിനകത്ത് വെച്ച് വേണം, ക്ഷേത്ര കാമ്പൗണ്ടിന് വച്ചിട്ടാണ് സ്വർണം പുറത്തുനിന്ന് കൊണ്ടുവന്ന് അവിടെ വെച്ചാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് പുറത്ത് കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തു. പുറത്ത് കൊണ്ടുപോകാൻ ആർക്ക് അനുവാദം കൊടുത്തു? ഒരാളിന് അസൈൻ ചെയ്തു. ഈ അസൈൻ ചെയ്ത ആളാരാ? നേരത്തെ അവിടെ പരികർമ്മയായി വന്ന ആളാണ്, ഉണ്ണീഷൻ പോറ്റി. പരികർമ്മയായിട്ട് അവിടെ നിന്ന് എന്തോ വേലത്തരം കാണിച്ചപ്പോൾ പുറത്താക്കിയ ആളാണ്. ഒരു ക്ഷേത്രത്തിൽ വന്ന് പുറത്താക്കിയ ആളിൻ്റെ ഉദാഹരണം വീട്ടിൽ പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് ജോലിക്ക് ചെയ്യുന്ന ഒരാൾ, അതും പുറം ജോലിക്കുന്ന ആളാണ്, അകം ജോലിക്കല്ല, പുറം ജോലിക്കുന്ന ഒരാളിനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ വീട്ടിലെ എന്ത് നന്നാക്കാൻ കൊടുത്ത് വെച്ചേക്കണം, സ്വർണ്ണം എല്ലാം കൂടെ ഫ്രിഡ്ജ് പോയാലും കുഴപ്പമില്ല, അയാൾ കൊണ്ടുപോയി എൻ്റെ ഭാര്യയുടെ താലിശാല ഒന്ന് ഉരഞ്ഞു പോയി, അത് നന്നാക്കാൻ കൊടുത്ത് വിട്ടത് ആരുടെ അടുത്ത്? പുറം ജോലി ചെയ്ത കള്ളനായി ഞാൻ പുറത്താക്കിയ ആളിൻ്റെ അടുത്ത്. ഇതൊക്കെയുള്ള എനിക്ക് ഉദാഹരണം പറയാൻ പരികർമ്മയായി നിന്ന് തെമ്മാടിത്തരം കാണിച്ച് പുറത്താക്കി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ അകത്തായി. ആരകത്താക്കി? ഇതാണ് ചോദിക്കുന്നത് SIT. ആ പുറത്താക്കിയ ആൾ കൊച്ചുകൊച്ചമ്പലങ്ങളിൽ പോയി പൂജ നടത്തിയിട്ട് നേരെ ശ്രീരാംപൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, ബാംഗ്ലൂരിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ. പിന്നെ ഇയാൾക്ക് ഇവിടെ വരാൻ ഒക്കില്ല, മേൽശാന്തിയായിട്ട് അവിടെ ഇരിക്കുമ്പോൾ. വരണമെങ്കിൽ എന്ത് വേണം? ഒരു കണക്ഷൻ വേണം. ഈ കണക്ഷൻ ഉണ്ടാക്കിയതാണ് സ്പോൺസർമാരെ കൊണ്ടുവരാം, അവരുടെ പൂജയ്ക്ക് വേണ്ടി വരാം. അങ്ങനെ വരുന്നതിനെയൊക്കെ ആര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും തന്ത്രിയുടെയും തമ്മിലുള്ള ഫോൺ കാളുകൾ SIT പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് പാലുകാച്ചുമായി ബന്ധപ്പെടുത്തിയും കല്യാണം അങ്ങനെ കുറേ ചടങ്ങുകളൊക്കെ പറയും. ഇവിടെയെല്ലാം തന്ത്രിയുടെ പങ്കാളിത്തമുണ്ടോ? വേറൊരു കാര്യം, ഇപ്പം കരക്കമ്പിയായിട്ട് ഓടുന്നുണ്ട്.
പ്രശാന്തിൻ്റെ വീട് പാലുകാച്ചിനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അകത്തല്ലേ എന്നാണ് എനിക്കൊരു സംശയമുണ്ട്. ഈ ഇടയ്ക്ക് പറ്റുവാണ് നടന്നെങ്കിൽ അകത്താണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തു എന്ന് കാരണം ഒരുപാട് മാനിപ്പുലേഷൻസ് വരുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ഇറങ്ങിയിരിക്കുന്ന വേറൊരു ട്രോളോ ഒരു സാധനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെ വീട്ടിലും പോയിട്ടുണ്ടെന്ന്, ഈ പ്രശാന്തിൻ്റെ വീട്ടിൽ. ഇനി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് മറ്റ് സ്ഥലങ്ങളിൽ പോയത്? സോണിയാഗാന്ധിയെ കാണുന്നു. ഇസഡ് കാറ്റഗറിയുള്ള സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു നൂല് ചരട് കെട്ടിക്കെട്ടണമെങ്കിൽ ആ നൂല് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായി കൊണ്ടുപോയതാകാൻ ഒരു സാധ്യതയും കാണുന്നില്ല. വേറെ ഏതോ സീനിയർ, ഞാൻ തന്ത്രി എന്ന് പറയുന്നില്ല കേട്ടോ, ഞാൻ ഇല്ലാത്തൊരു ആരോപണം പറയാൻ പാടില്ല. പക്ഷേ വേറെ ഏതോ ഒരു സീനിയർ പോറ്റിക്ക് വേണ്ടി ആര് പോയതാണ്? ഒരു സീനിയർ മേൽശാന്തിക്ക് വേണ്ടി ആര് കൊണ്ടുപോയതാണ് പൂജ നടത്തിയത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അത് ശബരിമലയിലെ പൂജ ചെയ്തതാണോ മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ പൂജ ചെയ്തതാണോ? എന്തായാലും സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ണികൃഷ്ണൻ പോറ്റം കിട്ടിയെങ്കിൽ അതാരാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്? നമുക്ക് പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ 3 ദിവസത്തെ പൂജ നടന്നു. എവിടെ? ഈ റിസോർട്ടിൽ. വീട്ടിലല്ല, റിസോർട്ടിൽ. അദ്ദേഹത്തിൻ്റെ കഷ്ടകാലമൊക്കെ മാറ്റാനായിട്ട്. ഈ പൂജ ചെയ്തത് ആരാണ്? തന്ത്രിയാണോ? തന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണോ? ഇതൊക്കെ അറിയണം പൊതുസമൂഹം. കാരണം പബ്ലിക്കിൻ്റെ പൈസ മേടിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അറിയണമെന്ന്. സ്വകാര്യ വ്യക്തികൾ എന്തെല്ലാം ചെയ്യുന്നു നമ്മൾ അറിയേണ്ട കാര്യമില്ല. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് CMൻ്റെ ഓഫീസിൽ എന്തെങ്കിലും ആക്സസ് ഉണ്ടോ? അടുത്തറിയേണ്ട ഒരു വിഷയമാണ്. ഒരു ആംബുലൻസ്, ഭീമ കൊടുത്ത ആംബുലൻസ് ആണെങ്കിലും ഒരു ആംബുലൻസിൻ്റെ താക്കോൽ ദാനത്തിന് മുഖ്യമന്ത്രി ഇറങ്ങി വരുമോ? താക്കോൽ ദാനം മുഖ്യമന്ത്രിയുടെ ക്യാബിനുണ്ട്. ഞാൻ എൻ്റെ പുസ്തകം മുഖ്യമന്ത്രി റിലീസ് ചെയ്തിട്ടുള്ള ആളാണ്. അത് മുഖ്യമന്ത്രി ഓഫീസിൽ തന്നെ മുഖ്യമന്ത്രിക്ക് സന്ദർശകരെ ഇരുത്താനായിട്ട് ഒരു സെറ്റ് ഇതൊക്കെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ വെച്ചാണ് പല കാര്യങ്ങളും നടത്തുന്നത്. അവിടെ വെച്ചാണ് താക്കോൽ കൊടുത്തെങ്കിൽ മുഖ്യമന്ത്രി ഓക്കെ. പക്ഷേ മുഖ്യമന്ത്രി താഴെ ഇറങ്ങി വന്ന് മുകളിൽ വെച്ചാണ് പലതും നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ക്യാബിനിൽ വെച്ചാണ്. മുഖ്യമന്ത്രി താഴെ ഇറങ്ങി വന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രിയാണ് താഴെ ഇറങ്ങി വന്നെങ്കിൽ നമുക്കൊരു സംശയമേ ഇല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി. എവിടെ പറഞ്ഞു ചിലപ്പം ആംബുലൻസ് കൊണ്ടു കൊടുക്കും അവിടെ നാട്ടിൽ. അത്രയ്ക്ക് വേറെ ശൈലിയാണ് പുള്ളിയുടെ. പുള്ളി വേറെ ശൈലിയാണ്. ഇത് അങ്ങനെയുള്ള ആളല്ല. വളരെ കാർക്കശ്യക്കാരനായ, തൻ്റെ സീറ്റിൽ നിന്നെങ്ങും പോകാത്ത, വളരെ കുറച്ച് മാത്രം മറ്റുള്ളവരോട് ചിരിക്കുന്ന, സംസാരിക്കുന്ന ഒരു വളരെ കാർക്കശ്യക്കാരൻ. ഞാൻ ആ വാക്കാം ധാർഷ്ട്യമൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാർക്കശ്യക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് താഴെ ഇറങ്ങി വരണമെങ്കിൽ എന്തെങ്കിലും ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. അങ്ങനെ CMനെ ഇത് ഉപദേശിക്കുന്നതിലോ ഇത് ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നതിൽ സുരേന്ദ്രൻ എന്തെങ്കിലും പങ്കുണ്ടോ? അടുത്തൊരു ചോദ്യം നമുക്ക് ചോദിക്കണമല്ലോ, കടകംപള്ളിക്ക്. ഇനി ഒരു ചോദ്യം ഞാൻ കൂടി ചോദിക്കാം. ചോദ്യമല്ല, നമ്മൾ കാര്യങ്ങളാണ്. എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും, അതിപ്പോഴും ഇനി നാളെ UDF വന്നാലും ഇനി പഴയ LDF എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും ഒരു PS പ്രൈവറ്റ് സെക്രട്ടറി, കുറേ APSമാർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ. ഓരോ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും ഓരോ വകുപ്പിൻ്റെ ചുമതല കാണും. ഞാൻ വാട്ടറുമായി പറയുമ്പോൾ കറക്റ്റായിട്ട് ആളെ ലിങ്ക് ചെയ്യാം, എല്ലാം ലിങ്ക് ചെയ്യാൻ പറ്റും. ശിവൻകുട്ടിയുടെ ഓഫീസിലാണെങ്കിൽ തൊഴിൽ വകുപ്പിനൊരു APS കാണും, വിദ്യാഭ്യാസ വകുപ്പിനൊരു APS കാണും, SCRTക്ക് ഒരു APS കാണും. അങ്ങനെ ഓരോ വകുപ്പിനും SSAക്ക് ഒരാൾ കാണും. ചിലപ്പോൾ ഒരാളിനെ 2-3 നോക്കും. അയാളിലാണ് ഫയൽ കൊണ്ട് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അയാൾ ഫയൽ പഠിച്ചിട്ട് നോട്ടാക്കി ആർക്ക് കൊടുക്കും? PS കൊടുക്കും. PS ഒന്നുകൂടി, PS പിന്നെ അവിടെ നോട്ട് നോക്കാതിരിക്കത്തില്ല. PS ഒന്നുകൂടി നോക്കി എന്തെങ്കിലും കർഷകം ഉണ്ടെങ്കിൽ ഇൻ കൺസൾട്ടേഷനിലാണ് APS ഇതൊക്കെ ചെയ്യുന്നത്. ചെയ്തിട്ട് ആ ഫയലാണ് ആർക്ക് ചെല്ലുന്നത്? മന്ത്രിക്ക് ചെല്ലുന്നത്. മന്ത്രിക്ക് ചെല്ലുമ്പോൾ ഇനി ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തെന്ന് വിചാരിക്കുക എങ്കിൽ PS ഇത് അറിഞ്ഞിരിക്കും റെക്കമെൻഡ് ചെയ്തത്. PS മന്ത്രിയുടെ ചെവി പറയും, സാർ ഇത് ഇന്ന പാർട്ടിയുടെ ഇന്ന ആൾ റെക്കമെൻഡ് ചെയ്ത് വന്ന ഫയലാണ്. അപ്പോൾ മന്ത്രി കുറച്ചുകൂടെ മൈൻഡ് അപ്ലൈ ചെയ്ത് ഫയലിൽ ഓർഡർ ഇടും. നോർമലാണെങ്കിൽ നോർമൽ പ്രൊസീജിയർ അനുസരിച്ച് താഴെ നിന്ന് വരുന്നത് ഒപ്പിട്ട് വിടും. ഇതാണ് ഇതിൻ്റെ ഒരു നടപടിക്രമം. അപ്പോൾ ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങളൊക്കെ 1998 മുതൽ 2025 വരെ ഈ കാര്യങ്ങൾ നടന്നപ്പോൾ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ ഇപ്പം രാത്രിയാണെന്ന് പറയേണ്ടി വരും. വേറെ ഒന്നും പറയാനില്ല, ഇപ്പം രാത്രിയാണ്, ഇപ്പം പകലല്ലേ നമുക്ക്. ഇനി അറിഞ്ഞു, APS അറിഞ്ഞു ഇങ്ങനെ അവിടെ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ട്. APS ആരടുത്ത് പറഞ്ഞിരിക്കും? PS പറഞ്ഞിരിക്കും. ഇനി ചില APSമാർ പൊളിറ്റിക്കലാണ്, പാർട്ടി വെച്ചിരിക്കുന്നവരാണ്, ചിലരുടെ ഉദ്യോഗസ്ഥരാണ്. പാർട്ടി വെച്ചിരിക്കുന്ന APSന് മന്ത്രിയോട് നേരിട്ട് പറയാൻ അവസരം ഉണ്ടായിരിക്കും. നേരിട്ട് പറയും, ഇല്ലേ ഗൺമാനോട് പറയും, പിയൂണിനോട് പറയും, ആരടുത്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് കടകംപള്ളിയുടെ ഓഫീസിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കടകംപള്ളി മന്ത്രിയായത് മാപ്പെന്ന് പറയണം കേരളത്തിനോട്. തെറ്റായിപ്പോയി ഞാൻ മന്ത്രിയായത്. കാരണം എന്താണ്? ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല, പറ്റില്ല, ഇതറിഞ്ഞിരിക്കും. ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് SITയുടെ ചോദ്യം. ഇതിനകത്ത് വല്ല ക്യാഷ് കിട്ടിയിട്ടുണ്ടോ, കൈൻഡ് കിട്ടിയിട്ടുണ്ടോ, ഫേവർ കിട്ടിയിട്ടുണ്ടോ, അത് വേറെയാണ് കേസ്. അത് അന്വേഷിക്കണം. അതുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടി വരും.
SIT ആദ്യം ചോദ്യം ചെയ്യും. SITയുടെ ഫസ്റ്റ് റൗണ്ട് എല്ലാ പോലീസും അങ്ങനെ തന്നെ. ആദ്യത്തെ റൗണ്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നവരോ സാക്ഷി എന്നിവരും എല്ലാം നിഷേധിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. പക്ഷേ ഇവരെ കയ്യിൽ കുറേ ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും. ഡോക്യുമെൻ്റ് വച്ചിട്ടായിരിക്കും ഒരു ചോദ്യം ചെയ്യുന്നത്. ഈ ഡോക്യുമെൻറ്റിൽ പ്രതി എന്ന് പറയുന്ന ആളോ സാക്ഷിയായിട്ട് നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനോ തന്ത്രി ആരെങ്കിലും മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മറുപടി ഡോക്യുമെൻ്റ് ചെയ്തതിന് ശേഷം ഈ മറുപടിയിൽ അവർ പറയുന്ന ഒക്കേഷൻസ് മറ്റുള്ളവരുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യും. നേരത്തെ പിടിച്ച ടീമുകളായിട്ട് ഉണ്ണികൃഷ്ണൻ ടീമുകൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു വൈരുദ്ധ്യം കണ്ടാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? രണ്ടാമതും ചോദ്യം ചെയ്യും. രണ്ടാമത് ചോദ്യം ചെയ്യുമ്പോൾ ലിങ്ക് കിട്ടിയാൽ ഉടനെ അറസ്റ്റ് ചെയ്യും. ഇതാണല്ലോ ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഇപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രനെ രണ്ടാമത് ചോദ്യം ചെയ്യും എന്നാണ് എല്ലാ ചാനലുകളും ഇപ്പോൾ പറയുന്നത്. എല്ലാവരും പറയുന്നതാണ്. പൊതുബോധം അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ പറയുന്നത്. അങ്ങനെ വന്നാൽ അതിലൊരു ലീഡ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യേണ്ടി വരും? അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിനകത്തൊരു കാര്യം. ത്രെഡ് ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി PS പ്രശാന്തും ഈ ഇതെല്ലാം ലംഘിച്ചാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? കാര്യം പുറത്തു കൊണ്ടുപോകൂടല്ലോ. പക്ഷേ അപ്പോഴേ അനുജ്ഞ എടുത്തിരിക്കുന്നു. ഇപ്പം രാജീവ് കണ്ഠരര് രാജീവ് അല്ല ഇപ്പോഴത്തെ അവിടുത്തെ തന്ത്രി, വേറെ ആളാണ്. അദ്ദേഹത്തിൻ്റെ എന്ത് എടുത്തിട്ടുണ്ടെന്നാണ് പറയണേ? റിട്ടണിൽ തന്നെ അനുജ്ഞ എടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ പിന്നെ വരാൻ പോകുന്ന പ്രശ്നം എന്തുകൊണ്ട് ക്യാമ്പസിന് പുറത്തു പോയി? ക്യാമ്പസ് മീൻസ് സന്നിധാനത്തിന് പുറത്തു പോയി. അടുത്തൊരു ചോദ്യമാണ്. ഇതിനെല്ലാം പ്രശാന്തും ഉത്തരം പറയണം. പ്രശാന്തിൻ്റെ സമ്പത്ത് അന്വേഷിക്കേണ്ടതുണ്ട്. ദേവസ്വം ബോർഡ് മെമ്പർമാരെല്ലാം സമ്പത്ത് അന്വേഷിക്കേണ്ടതുണ്ട്. ഇനി തിരുവനന്തപുരത്തൊരു ബാങ്കിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ പല ചാനലുകളിലും പറഞ്ഞു, പക്ഷേ ഇതിലിപ്പോൾ ഞാൻ പറയുന്നില്ല. ഒരു ബാങ്ക് ഉണ്ട് ഇതിലുണ്ട്. ആ ബാങ്കിലാണ് ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ട്. ആ ബാങ്കിനെക്കുറിച്ച് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കൊരു പരാതിയുണ്ട്. ഞാൻ അകത്തുനിന്നുള്ള പരാതി പറയണം. എന്താണ്? ആ ബാങ്കിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ ഹയർ ഉദ്യോഗസ്ഥരുടെ മക്കൾക്കോ മരുമക്കൾക്കോ ചെറുമക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ ജോലി കൊടുത്തിട്ടുണ്ട് ആ ബാങ്കിൽ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡെപ്പോസിറ്റ് ഇട്ടതിൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്, ഈ ബന്ധങ്ങളുടെ പേരിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കണ്ടേ? അപ്പോൾ ഇത് വളരെ വിശാലമായ ഒരു കാര്യമാണ്. 4 സ്റ്റേറ്റിൽ കിടക്കുന്നത് കൊണ്ട് SIT മാത്രം പോരാ. അന്താരാഷ്ട്ര തലത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നറിയാൻ CBIയും ഇൻ്റർപോളും വേണം. ED വന്നതുകൊണ്ട് മണി ലോണ്ടറിങ് പോലുള്ള എല്ലാ മണി ലോണ്ടറിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് അവർ പണി തുടങ്ങിയിട്ടുണ്ട്. എലമെൻ്ററി റിപ്പോർട്ട് അവർ കൊടുക്കാൻ തയ്യാറാക്കുന്നു. ഇവരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാളെയായിട്ട് എല്ലാവരെയും ഫ്രീസ് ചെയ്യും. അത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ കൃത്യമായി ഇതിൻ്റെ അന്വേഷണം ഹയറപ്പുകളിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നവംബർ മാസം ആദ്യമാണ് തന്ത്രിയെ ആദ്യം ചോദ്യം ചെയ്തത്. പക്ഷേ എന്തുകൊണ്ട് ഇത് ഈ സമയം വരെ ആയി എന്നുള്ളതിൻ്റെ ഒരു ചോദ്യവും. കാരണം ഈ സമയത്ത് 2 കാര്യം പുറത്ത് വന്നിട്ടുണ്ട്. ഒന്ന്, ശബരിമലയുടെ കണക്ക് കറക്റ്റായിട്ട് പറയണമെന്ന് ദേവസ്വം ബോർഡിനോട് പറയണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. AK ബാലൻ്റെ ഒരു പ്രസ്താവന ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് മാറാട് കലാപം എന്നൊക്കെ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി. അതിനെയൊക്കെ മറയ്ക്കാനുള്ളൊരു സംവിധാനമാണോ ഇതെന്നുള്ളൊരു സംശയം പൊതു മണ്ഡലത്തിലുണ്ട്. ഇന്നലെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് പോയിൻ്റായിട്ട്, ഇന്നലെ അയ്യപ്പൻ്റെ ജന്മനാളാണ്, ഉത്രം. മകര വിളക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അയ്യപ്പൻ കൈവിട്ടോ തന്ത്രിയെ? കോടതിയൊക്കെ നിൽക്കട്ടെ, അവിടെ SIT ഒക്കെ അവിടെ നിൽക്കട്ടെ. തന്ത്രി അയ്യപ്പൻ കൈവിട്ടോ? ഇതാരും ചോദിക്കാത്തത് ഇതിൻ്റെ സ്പിരിച്വാലിറ്റി. ഹിന്ദു വിശ്വാസികൾ ഇത് ചോദിക്കണ്ടേ ഈ ചോദ്യം? ബാക്കിയൊക്കെ വിട്ടോളൂ, പോലീസ് കേസ് എല്ലാം അവിടെ നിൽക്കട്ടെ. ഉത്ര നക്ഷത്രത്തിൽ, അയ്യപ്പൻ്റെ ജന്മനക്ഷത്രത്തിൽ മകരവിളക്കിന് വളരെ അടുത്ത ദിവസങ്ങളുള്ളപ്പോൾ, മകരവിളക്കിന് ഇപ്പോഴത്തെ തന്ത്രിമാരെല്ലാം അവിടെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിൽ അയ്യപ്പൻ ഈ പണി ചെയ്യിക്കുമോ? അപ്പോൾ എവിടെയോ ഇതിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ഇവിടെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ ആ ലൈനിൽ ചിന്തിച്ച് പോകുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒരു സ്പിരിച്വാലിറ്റി കിടപ്പുണ്ട്. ഇതും ഹിന്ദു സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യണം. ഹിന്ദു സമൂഹത്തിന് സംഭവിച്ചത്, ക്രിസ്തീയ മതത്തിന് സംഭവിച്ചത്, മുസ്ലിം മതത്തിന് സംഭവിച്ചത്, നബിയുടെ മതത്തിന് സംഭവിച്ചത്, ഒരു പുരോഹിത വർഗം ഇതെല്ലാം ഹൈജാക്ക് ചെയ്ത് അധികാരത്തിന് സമ്പത്തിനും വേണ്ടി കൊണ്ടു നടക്കുകയാണ്. ആ കൊണ്ടു നടക്കലിൻ്റെ ഹിന്ദു സമൂഹത്തിലെ ഒരു കഥാപാത്രമാണോ, ഒരു ദുരന്ത കഥാപാത്രമാണോ, ഷേക്സ്പിയറിൻ്റെ കഥയിലൊക്കെ പറയുന്ന പോലെ ഒരു ദുരന്ത കഥാപാത്രമാണോ തന്ത്രി എന്നുള്ളത് നമ്മളെല്ലാവരും കൂട്ടായിട്ടിരുന്ന് ആലോചിക്കേണ്ടത്. അല്ല തന്ത്രിയെ കുറ്റം പറഞ്ഞ്, പൊളിറ്റിക്സുകാരെ കുറ്റം പറഞ്ഞ് അങ്ങനെയല്ല ഈ വിഷയം കൊണ്ടുപോകേണ്ടത്. നമ്മൾ മതത്തിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടു നടക്കുന്നവർ ആഴത്തിലിരുന്ന് ഹോംവർക്ക് ചെയ്യേണ്ടുന്ന ഒരു ഗ്രഹപാഠമാണ് അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നത്.
അത് ഹിന്ദു മതത്തിന് മാത്രമല്ല സകല മതങ്ങൾക്കും ഉള്ളൊരു ചോദ്യമാണ് അയ്യപ്പൻ തന്നിരിക്കുന്നത്.